പരിശ്രമിച്ചു, ഒരുപാട് പരിശ്രമിച്ചു. എന്നെക്കൊണ്ട് പറ്റാവുന്നതിൻ്റെ പരമാവധി പരിശ്രമിച്ചു. പലതും ചെയ്തു നോക്കി, കഷ്ടപ്പെട്ടു. പക്ഷേ എന്നിട്ടും ഒന്നും ജീവിതത്തിൽ മാറുന്നില്ല. പിന്നെയും ഞാൻ തോറ്റുകൊണ്ടിരിക്കുകയാണ്. എനിക്കൊരിക്കലും എന്നെ തന്നെ അതിജീവിക്കാനായിട്ട് പറ്റുന്നില്ല. ഞാൻ എൻ്റെ പഴയ ഓൾഡ് ഹാബിറ്റ്സിലേക്ക് തന്നെ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വേണ്ടെന്ന് വെച്ച കാര്യങ്ങളിലേക്ക് പിന്നെയും തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കൺസിസ്റ്റൻസി എൻ്റെ ജീവിതത്തിലേക്ക് ഒരിക്കലും വരുന്നില്ല. ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എത്ര പരിശ്രമിച്ചു, എത്ര പ്രാവശ്യം തീരുമാനമെടുത്തു, പക്ഷെ നടക്കുന്നില്ല. ഇതെല്ലാം പറഞ്ഞ് നമ്മളോട് തന്നെ വളരെ ഹാർഷായിട്ട്, വളരെ ഹാർഡായിട്ട് പെരുമാറുന്നതിന് മുമ്പ് നമുക്കൊരു നിമിഷം ഒന്ന് വെയിറ്റ് ചെയ്യാം, ഒന്ന് ചിന്തിക്കാം. എല്ലാ കഥയും ഇതുപോലെ തന്നെയാണ്. ഒരു നീണ്ട കാലഘട്ടം കഷ്ടപ്പാടുകൾ, വേദനകൾ, പരിശ്രമങ്ങൾ, നമുക്ക് തോറ്റുകൊടുക്കണം, നിർത്തിപ്പോകണമെന്ന് തോന്നുന്ന ദിവസങ്ങൾ. പക്ഷേ നമ്മളെ മനസ്സിൽ എപ്പോഴും ഒരു കാര്യം ഓർമ്മയിലുണ്ടാവണം. യു ആർ എ വർക്ക് ഇൻ പ്രോഗ്രസ്. നമ്മളാരും ദൈവങ്ങളല്ല, നമ്മളാരും പെർഫെക്റ്റ് ആയിട്ടുള്ള മനുഷ്യരല്ല. നമുക്കൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. യു ആർ എ വർക്ക് ഇൻ പ്രോഗ്രസ്. ടേക്ക് വൺ ഡേ അറ്റ് എ ടൈം. നമ്മളെ തന്നെ ഒരുപാട് ഹാർഡായിട്ട് ജഡ്ജ് ചെയ്യരുത്. ജസ്റ്റ് ഡു യുവർ ബെസ്റ്റ് ബൈ ടേക്കിംഗ് വൺ ഡേ അറ്റ് എ ടൈം. ഇന്നത്തെ എൻ്റെ ദിവസം എന്ത് പറ്റി? ചില കാര്യങ്ങളിൽ തെറ്റുപറ്റി, ചില മിസ്റ്റേക്സ് പറ്റി, ചില കാര്യങ്ങൾ വിചാരിച്ച പോലെ ചെയ്യാൻ പറ്റിയില്ല. ഇറ്റ്സ് ഓക്കെ, കഴിഞ്ഞുപോയി. ഫോർഗീവ്, ഫോർഗെറ്റ്. നൗ ടേക്ക് ദി നെക്സ്റ്റ് ഡേ. ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും സംഭവിക്കേണ്ടത്. ഇറ്റ് വിൽ ടേക്ക് ടൈം. നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ജീവിതത്തിലേക്കും ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനിലേക്കും എത്താനായിട്ട് സമയമെടുക്കും. പക്ഷേ ഈ ചെറിയ ചെറിയ പരാജയങ്ങൾ, ചെറിയ ചെറിയ വീഴ്ചകൾ നമ്മളെ പിറകോട്ട് വലിക്കാൻ, അവിടെ താഴെ പിടിച്ചിടാനായിട്ട് നമ്മൾ സമ്മതിക്കരുത്. ടേക്ക് ടൈം, ടേക്ക് റെസ്റ്റ്, ബിലീവ് ഇൻ യുവർ സെൽഫ് ആൻഡ് റൈസ് അപ്പ് അഗെയിൻ. സമയമെടുക്കുക, വിശ്രമിക്കുക, വീണ്ടും പരിശ്രമിക്കുക. സർ ജെയിംസ് ഡൈസൺ എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് ബിസിനസ്സുകാരനുണ്ട്. 1940കളുടെ അവസാനത്തിലാണ് അദ്ദേഹത്തിൻ്റെ കഥ ആരംഭിക്കുന്നത്. അദ്ദേഹം ഒരു കാര്യം ശ്രദ്ധിച്ചു. എല്ലാവരും ഉപയോഗിച്ചു കൊണ്ടുവരുന്ന വാക്യൂം ക്ലീനറുകൾക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്. കുറച്ചു നേരം ഉപയോഗിച്ച് കഴിയുമ്പോൾ അവരുടെ ഈ വേസ്റ്റ് ശേഖരിക്കുന്ന ബാഗ് നിറഞ്ഞു കഴിയുമ്പോൾ വാക്യൂം ചെയ്യുന്നതിൻ്റെ പവർ കുറയുകയാണ്. അതായത് എഫിഷ്യൻ്റായിട്ട് ഈ മെഷീൻ പ്രവർത്തിക്കുന്നില്ല. ജെയിംസ് ഡൈസൺ തീരുമാനിച്ചു, ഇതിനൊരു പരിഹാരമുണ്ടാക്കിയാൽ ഇതൊരു നല്ല ബിസിനസ് ഐഡിയ ആയിരിക്കും. ചരിത്രം പിന്നെ എഴുതി വയ്ക്കുന്നത് അദ്ദേഹത്തിൻ്റെ പരാജയത്തിൻ്റെ കഥയാണ്. 5126 ഫെയിൽഡ് പ്രോട്ടോടൈപ്സ്. അദ്ദേഹം പരാജയപ്പെട്ടു പോയ മോഡലുകളുടെ എണ്ണമാണത്. ഏകദേശം 5 വർഷത്തോളം എടുത്തു. പക്ഷേ അദ്ദേഹം അതിനൊരു ഉത്തരം കണ്ടെത്തുക തന്നെ ചെയ്തു. ഇന്ന് 2023 സൺഡേ ടൈംസ് ലിസ്റ്റ് പ്രകാരം ബ്രിട്ടനിലെ 5ാമത്തെ ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ള ആളാണ് അദ്ദേഹം. നമ്മൾ പലപ്പോഴും വീണുപോകുന്ന ഒരു തെറ്റുണ്ട്, ചെറിയ കണ്ണിലൂടെ കാണുക എന്ന് പറയുന്നത്. ചെറിയ ദിവസങ്ങളിൽ സംഭവിക്കുന്ന തെറ്റുകൾ വെച്ചിട്ട് നമ്മളെ തന്നെ ജഡ്ജ് ചെയ്യുക എന്ന് പറയുന്നത്. വി ജഡ്ജ് അവർ സെൽഫ്സ് ക്വിക്ക് ആൻഡ് വി ഗീവ് അപ്പ് ക്വിക്ക്. നമ്മളെ തന്നെ ജഡ്ജ് ചെയ്യുന്നതിലും നമ്മളെ തന്നെ ചെറുതായി കാണുന്നതിലും വളരെ മിടുക്കന്മാരാണ്. പക്ഷേ വി ഹാവ് ടു ഹാവ് ദാറ്റ് പേഷ്യൻസ്. സാർ ജെയിംസ് ഡൈസൺ പിന്നീട് പറഞ്ഞു വെക്കുന്നുണ്ട്, എൻജോയ് ഫെയിലിയർ ആൻഡ് ലേൺ ഫ്രം ഇറ്റ്. യു ക്യാൻ നെവർ ലേൺ മച്ച് ഫ്രം സക്സസ്. നമ്മൾ തോറ്റു തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ 1-2 കാര്യങ്ങൾ നമ്മൾ വിചാരിച്ചതുപോലെ പോകാത്തപ്പോൾ നമുക്ക് ഫസ്റ്റ് മിസ്സാകുന്ന ഒരു കാര്യമുണ്ട്, ബിലീഫ്. നമ്മളെ തന്നെ സംശയിക്കാനായിട്ട് തുടങ്ങും, നമ്മുടെ കഴിവിൽ സംശയിക്കാനായിട്ട് തുടങ്ങും. വി സ്റ്റാർട്ട് ടു ഗിവ് അപ്പ് ഇൻസൈഡ്. ഈ ഉള്ളിൽ ഈ പരാജയം നമ്മൾ സമ്മതിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പുറത്ത് എങ്ങനെ വിജയിക്കും? നമ്മുടെ മൈൻഡ് സെറ്റ് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു പേപ്പർ എടുക്കുക, ഒരു സൈഡിൽ ഇന്ന് വരെ നമ്മൾ ജീവിതത്തിൽ നേടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എഴുതുക. ഏറ്റവും ചെറിയ നേട്ടം മുതൽ, ഏറ്റവും ചെറിയ കാര്യം മുതൽ എഴുതുക. ഇനി ആ പേപ്പറിൻ്റെ മറുവശത്ത് ഏറ്റവും വലിയ സ്വപ്നങ്ങൾ എഴുതുക. ഇങ്ങനെ ജീവിതത്തെ വീണ്ടും വീണ്ടും ആ ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള പൊസിഷനിലേക്ക്, ആ ഒരു കോർ ചിന്തകളിലേക്ക്, ആ ഒരു ബിലീഫിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ്. നീഷ പറയുന്നുണ്ട്, ഹീ ഹൂ വുഡ് ലേൺ ടു ഫ്ലൈ വൺ ഡേ മസ്റ്റ് ഫസ്റ്റ് ലേൺ ടു സ്റ്റാൻഡ് ആൻഡ് വാക്ക് ആൻഡ് റൺ ആൻഡ് ക്ലൈംബ് ആൻഡ് ഡാൻസ്. വൺ cannot ഫ്ലൈ ഇൻ ടു ഫ്ലൈയിങ്. ഒരു ദിവസം പറന്നേക്കാമെന്ന് വിചാരിച്ച് പറക്കാൻ പറ്റില്ല. നടക്കണം, ഓടണം, ചാടാൻ പഠിക്കണം. ദെൻ യു വിൽ ഫ്ലൈ. എപ്പോഴും നമ്മുടെ കൺട്രോളിന് പുറത്ത് സംഭവിക്കുന്ന പല കാര്യങ്ങളും ഉണ്ടാകും, ചുറ്റുപാട് സംഭവിക്കുന്ന പല കാര്യങ്ങളും. പക്ഷെ അതൊന്നും വെച്ച് നമ്മളെ തന്നെ ജഡ്ജ് ചെയ്യരുത്. നമ്മുടെ കയ്യിലുള്ളത് ചെയ്യുക. ബി കൈൻഡ് വിത്ത് യുവർ സെൽഫ്, ബി ജെനുവിൻ വിത്ത് യുവർ സെൽഫ്. കൈൽ മാസി പറയുന്നുണ്ട്, യു നെവർ നോ വെയർ ലൈഫ് ഈസ് ഗോയിങ് ടു ടേക്ക് യു. സോ എവറിത്തിങ് ഐ ഡു, ഐ ജസ്റ്റ് ടേക്ക് ഇറ്റ് വൺ ഡേ അറ്റ് എ ടൈം ആൻഡ് ഇറ്റ് ലീഡ്സ് യു ടു ദ റൈറ്റ് പ്ലേസ്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ജെനുവിനായിട്ടാണ്, ആത്മാർത്ഥമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ it will take you to the right place. So be kind to yourself. Take one day at a time. Stay strong, stay inspired. Inspiring. Free.